ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 66ാമത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത there is, there are എന്നീ രണ്ട് ക്രിയകളുടെ തുടർച്ചയായ സെക്കൻഡ് പാർട്ടാണ് എടുക്കുന്നത്. നമുക്കറിയാം, ഉണ്ട് എന്ന അർത്ഥത്തിലാണ് ഈ രണ്ട് വാക്കുകൾ ഉപയോഗിക്കുന്നത്. മറ്റു രണ്ട് വാക്കുകളുണ്ടല്ലോ, ഹാസ്, ഹാവ്. അതിന്റെ വ്യത്യാസം മാഷ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ നമുക്ക് നമ്മുടെ വാചകത്തിലെ സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ there isഉം പ്ലൂരൽ ആകുമ്പോൾ there are ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അത് നമുക്കൊരു പുതിയ വാർത്തയല്ല, കാരണം നമ്മൾ ഈസ് ആറാമും മുൻപ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈസ് ഏകവചനങ്ങൾക്കും ആറ് ബഹുവചനത്തിനാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇവ ജീവൻ ഇല്ലാത്തതുമായി ബന്ധപ്പെടുത്തി ആയതുകൊണ്ട് ഐ യു എന്ന് പറയുന്ന രണ്ട് സബ്ജക്റ്റ് ഇത്തരം വാചകങ്ങൾ വരില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആര് മാത്രമേ വരുള്ളൂ? സിംഗുലറും പ്ലൂരലും മാത്രം അല്ലേ. അപ്പൊ നമുക്ക് വാചകം എഴുതാനുള്ള നിയമത്തിൽ മാറ്റം വന്നാലും പറഞ്ഞു അല്ലേ. നമ്മള് ഈസ് ആറാമു വാസ് വേറൊക്കെ പഠിച്ച സമയത്ത് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്ന ക്രമത്തിലാണ് ഇംഗ്ലീഷ് എഴുതിയിരുന്നത്. എന്നാൽ there is, there are വേണ്ടി ആദ്യം വെർബ്, പിന്നെ സബ്ജക്റ്റ്, പിന്നെ ഒബ്ജക്റ്റ് എന്ന നിയമം എന്താണ് ഒന്ന് മാറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർമ്മയിൽ വെക്കണം കേട്ടോ. ഇനി നമുക്ക് ആദ്യത്തെ വാചക ഭാഷ എഴുതിയിട്ട് വിശദീകരിച്ചിരുന്നു. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. എന്തായിരുന്നു വാചകം? മേശപ്പുറത്ത് ഒരു പൂച്ച ഉണ്ട്. കണ്ട, മേശപ്പുറത്ത് ഒരു പൂച്ചയുണ്ട്, അതിലുണ്ടെന്ന് വന്നിട്ടുണ്ട്. ഈ മലയാള വാചകത്തെയും എന്താണ് മൂന്ന് കഷ്ണമാക്കണമെന്ന് നമുക്കറിയാം അല്ലേ. പക്ഷെ ഇവിടെ ഒരു മാറ്റമുണ്ട്. നമ്മൾ സാധാരണ മലയാളം ഇങ്ങനെ മൂന്ന് കഷ്ണമാക്കുക. ആദ്യം സബ്ജക്റ്റ്, പിന്നെ ഒബ്ജക്റ്റ്, പിന്നെ വെർബാണ്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. there is, there are വാചകങ്ങളിൽ ആദ്യം ഒബ്ജക്റ്റും പിന്നെ സബ്ജക്റ്റും പിന്നെ വെർബാണ്. സാധാരണ എന്താണ്? സബ്ജക്റ്റ് ഒബ്ജക്റ്റ് വെർബാണ്. അതിന് ഇവിടെ എന്താണ്? ആദ്യം ഒബ്ജക്റ്റ്, പിന്നെ സബ്ജക്റ്റ്, പിന്നെ വെർബ് അല്ലേ. ഓക്കെ, ആ കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് നമ്മൾ ആദ്യത്തെ വാചകം പറഞ്ഞു. എന്താണ്? മേശപ്പുറത്ത് പൂച്ച ഉണ്ടെന്നുള്ളതിന്റെ ഇംഗ്ലീഷ് നമ്മൾ പറഞ്ഞു. എന്താണ്? ആദ്യം എന്ത് ചെയ്യണം? വെർബ് എഴുതണം. വെർബ് എന്താണ്? ഉണ്ട് എന്നാണ്. ഉണ്ട് എന്നതിന് രണ്ട് ഇംഗ്ലീഷ് വാക്കുകളുണ്ട്, there is ഉം there are ഉണ്ട്. അപ്പോൾ ഏതെടുക്കണം? സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് നോക്കണം അല്ലേ. എന്താ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാല് ഏത് സബ്ജക്റ്റിന് ഏത് ക്രിയ എന്ന് നോക്കുന്നതിനാണ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് എന്ന് പറയാം. അപ്പൊ നമ്മൾ ആദ്യം എന്താണ്? വെർബാണ് എഴുതുന്നുണ്ട്. വെർബ് എന്താണ്? there is ഉം there are ഉണ്ട്. അപ്പൊ നമ്മൾ സബ്ജക്റ്റ് നോക്കി. സബ്ജക്റ്റ് ആരാണ്? ഒരു പൂച്ചയാണ്, ഒരെണ്ണാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ there is എഴുതാൻ കാരണം. വെർബിന്റെ സ്ഥാനത്ത് there is എഴുതി. ഇനി സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് എന്താണ്? എ കാറ്റ് എഴുതി. പിന്നെ നമുക്ക് ഒബ്ജക്റ്റ് എന്താണ്? മേശപ്പുറത്ത്. അയാൾ ഇംഗ്ലീഷാണ് ഓൺ ദ ടേബിൾ. കണ്ട, അപ്പൊ ഇവിടെ വന്ന ദ എങ്ങനെ വന്നെന്നും ഓൺ എങ്ങനെ വന്നെന്നും തൽക്കാലം എന്താണ് അത്യാവശ്യത്തിനുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി മാഷ് വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താണ് ഇതിന്റെ വെറൈറ്റി കുറെ വാചകങ്ങൾ എന്താണ് നിങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചു. അപ്പൊ ഇനി നമുക്ക് എന്താണ് എടുക്കാനുള്ളത്? ഇനി നമുക്ക് എടുക്കാനുള്ളത് ഇത്തരം വാചകങ്ങളിൽ നെഗറ്റീവ് എന്താണെന്നും പോസിറ്റീവ് ക്വസ്റ്റൻ എങ്ങനെ ഉണ്ടാക്കാമെന്നും നെഗറ്റീവ് ക്വസ്റ്റൻ എങ്ങനെ ഉണ്ടാക്കാമെന്നുമാണ്. അതുകൂടാണ്ട് എന്താണ് ഉത്തരങ്ങൾ എന്താ പറയണ്ടേന്നല്ലേ. ഈ സമയത്ത് നമ്മുടെ കഴിഞ്ഞ ആഴ്ചയില് നമ്മുടെ ഈ ക്ലാസ് കേൾക്കുന്ന ഒരു സ്റ്റുഡന്റ് മാഷെ വിളിച്ചു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഭയങ്കര സന്തോഷത്തിലുള്ള ആള്. കാരണം എന്താണ്, ഇതുപോലെ ഇംഗ്ലീഷ് മനസ്സിലാകാൻ സാധിച്ചില്ല, എനിക്ക് കുറെ നന്ദിയൊക്കെ പറഞ്ഞു. എന്നിട്ടൊരു വിഷമം കൂടി എന്നോട് പറയും. എന്താ വിഷമം പറയുന്നത് അറിയാമോ? ആൾക്ക് ഇനിയും കുറെ കാര്യങ്ങൾ ഇംഗ്ലീഷ് പറയാൻ കിട്ടുന്നില്ല എന്നാണ് പരാതി പറഞ്ഞത്. ഇനിയും കുറെ കാര്യങ്ങൾ ഇംഗ്ലീഷ് പറയാൻ കിട്ടുന്നില്ല എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, എങ്ങനെ കിട്ടുക? മാഷ് ഇംഗ്ലീഷ് സൈഡിൽ നിന്ന് തുടങ്ങിയിട്ടല്ലോ ഉള്ളോ. എല്ലാതരം ആഗ്രഹിക്കുന്ന വാചകങ്ങളും പറയണമെങ്കിൽ എന്ത് ചെയ്യണം? ടെൻസിലേക്ക് എത്തണം. ടെൻസ്. അപ്പോൾ ടെൻസും കൂടി കഴിയുമ്പോഴാണ്, ടെൻസ് കഴിഞ്ഞ് പിന്നെയും ഒരുപാട് എടുക്കാനുണ്ട്. പാസീവ് വോയിസ് എടുക്കണ്ടേ, പിന്നെയും കുറെ മോഡൽ ഓക്സിലറിയൊക്കെ വെച്ച് എടുക്കാനുണ്ട്. അപ്പൊ ടെൻസ് കഴിയുമ്പോൾ എന്താണെങ്കിലും എന്താണ് നന്നായിട്ട് ആവശ്യമുള്ള വാചകങ്ങളെല്ലാം പറയാൻ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ആള് ഒരു പെൺകുട്ടിയാണ്. ആൾ എന്നോട് പറഞ്ഞു, ഇപ്പൊ പഠിച്ചതൊക്കെ പറയുമ്പോ സ്പീഡ് ഇല്ലാന്നുള്ള സ്പീഡ്. അപ്പൊ ഞാൻ പറഞ്ഞു, സ്പീഡ് നമ്മൾ തന്നെ ഉണ്ടാക്കണം.
നമ്മൾ ഫ്രീ സമയത്ത് എന്ത് ചെയ്യണം, ഇങ്ങനെ വാചകങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞ ഭാഗങ്ങളുണ്ടല്ലോ, ഇസ് ആറ് അമ്മ, കണ്ട അധികമൊന്നും എടുത്തിട്ടില്ല. ഇസ് ആറ് അമ്മ, വാസ് വേറ്, ഹാസ് കാവ്, ഹാർഡ് വരെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ ചില വാചകമൊക്കെ മലയാളത്തിൽ പറഞ്ഞ ആളെനിക്ക് ഇംഗ്ലീഷ് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറയുന്നതിന്റെ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ആയിരക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് മാറ്റി മാറ്റി ഇങ്ങനെ പറയുക, ഒബ്ജക്റ്റ് മാറ്റി പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞ ആള് വെച്ചു. അത് അപ്പൊ അങ്ങനെ പരാതി വന്നിരിക്കുകയാണ്, എന്ത് കുറേ തരം വാചകം പറയാൻ കിട്ടില്ല എന്ന്. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ മെത്തേഡിന്റെ പ്രത്യേകതയാണ്. ഈ മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു ഐഡിയ ഇല്ലാത്ത പോലെ എടുക്കുന്ന ക്ലാസ് അല്ലത്. ഇത് തൃശ്ശൂരിലെ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഗവേഷണ ഫലമായി കണ്ടെത്തിയിരിക്കുന്ന ടെക്നിക്ക് പ്രകാരം പഠിപ്പിക്കുന്ന ക്ലാസ്സാണ്. നമുക്കറിയാലേ, സാധാരണ യൂട്യൂബിൽ ആയിരക്കണക്കിന് ക്ലാസ് കിട്ടുന്നുണ്ട്. ആരെങ്കിലും ക്ലാസ് എടുത്താലും മിക്കവാറും പേര് ഇംഗ്ലീഷ് തുടങ്ങുന്നത് ടെൻസ് വെച്ചാണ്, കാലങ്ങൾ വെച്ച്. നമ്മുടെ ക്ലാസ് അങ്ങനെയാണോ? നമ്മുടെ ടെൻസ് തന്നെ ഏകദേശം 80 എപ്പിസോഡ് കിടക്കേണ്ടി വരും. ഇപ്പൊ നമ്മൾ 66ാമത്തെ എപ്പിസോഡ് ആയിട്ടുള്ളത്. 80 കടന്നാൽ മാത്രമേ നമ്മൾ എവിടേക്ക് എത്തുമ്പോൾ ടെൻസിലേക്ക് എത്തുള്ളൂ. കണ്ടോ? അതാണ് നമ്മുടെ ക്ലാസ്സിന്റെ ഒരു വ്യത്യാസം. മാഷിവിടെ കുറെ ടെക്നിക്ക് ഉപയോഗിക്കുന്നത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അതിലൊരു ടെക്നിക്ക് ഇതാണ്. എന്താണ്? എല്ലാവരും ടെൻസ് തുടങ്ങുമ്പോൾ മാഷ് അങ്ങനെയൊക്കെ തുടങ്ങിയാണ്. മറ്റൊരു കാര്യം എന്താണ്, പണ്ടൊക്കെ ഇംഗ്ലീഷ് ഞാനൊക്കെ പഠിപ്പിച്ചു തുടങ്ങിയ കാലത്ത് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? പാർട്സ് ഓഫ് സ്പീച്ച് മുതലാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കുക. കാരണം അവരങ്ങനെയാണ് കണ്ടുപിടിച്ചേക്കണത്. അല്ലെങ്കിൽ കുറെ പേര് ടെൻസ്മ തുടങ്ങാൻ കാരണം എല്ലാവരും അങ്ങനെ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് പുതു തുടങ്ങുന്നവരും ടെൻസ്മ തുടങ്ങുകയാണ്. മുൻപൊക്കെ പാർട്സ് ഓഫ് സ്പീച്ചിലൊക്കെ എടുക്കുക. കാരണം എന്താ, അക്കാലത്ത് എല്ലാവരും അങ്ങനെയാണ് ചെയ്ത് കാണുന്നത്. അപ്പൊ നമ്മളൊരിക്കലും പാർട്സ് ഓഫ് സ്പീച്ച് മുതലല്ല തുടങ്ങുന്നത്. പാർട്സ് ഓഫ് സ്പീച്ചില് ചില ചില വാക്കുകൾ എടുത്താണ് മാഷ് തുടങ്ങിയേക്കണം. അല്ലാണ്ട് നൗൺ അങ്ങോട്ട് തുടങ്ങുക, നൗൺ, പ്രൊനൗൺ അങ്ങനെയല്ല മാഷ് തുടങ്ങുന്നത്. നിങ്ങൾക്ക് എല്ലാം അറിയാലോ. നമ്മുടെ രീതി എന്താണ്? ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെവലപ്പ് ചെയ്ത രീതി അനുസരിച്ച് ഭാഷയുടെ അടിസ്ഥാനം അക്ഷരങ്ങളാണ്. അക്ഷരങ്ങൾ ABCD പോലെയാണ് ഈ ക്ലാസ് തുടങ്ങിയിരിക്കുന്നത്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞ് എല്ലാവർക്കും അറിയേണ്ട കാര്യങ്ങൾ പറഞ്ഞാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത്. കണ്ടോ? അപ്പൊ ഒരു സംശയം ആർക്കും വരാത്ത പോലെയാണ് ക്ലാസ് എടുക്കുന്നത്. ഇതിന്റെ തുടക്കമുണ്ട്. നമ്മൾ മറ്റു പല ക്ലാസ്സുകളും കേൾക്കുന്നത് എവിടെന്നാ തുടങ്ങിയെന്ന് യാതൊരു ഐഡിയ ഇല്ല. അതാണ് നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന പലർക്കും നിരാശപ്പെടാൻ കാരണം എന്താണ്? ഇത് എവിടെന്നാ തുടങ്ങിയേക്കണേ എന്ന് പലർക്കും ഒരു ഐഡിയ ഇല്ല എന്ന് പറഞ്ഞത്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ തുടക്കം എവിടെന്നാണ്? ഇംഗ്ലീഷ് ഭാഷ നിങ്ങൾക്ക് സ്കൂളിൽ പഠിച്ചു തുടങ്ങിയ ആ സ്ഥലത്ത് തന്നെയാണ് ഭാഷ തുടങ്ങിയത്. മറ്റു കാര്യം എന്താണ്? ബേസ്ഡ് ഓൺ ഇംഗ്ലീഷ് ഗ്രാമർ. മിക്കവാറും ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നവർ മുഴുവൻ ഇംഗ്ലീഷിനെ തള്ളിപ്പറയല്ല, ഇംഗ്ലീഷ് ഗ്രാമറിനെ തള്ളിപ്പറയാണ് ചെയ്യുക. ഇംഗ്ലീഷ് ഗ്രാമർ പഠിച്ച് ഒരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കില്ല എന്ന് ആണയിട്ട് പറയുന്നവരൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ട്. എന്നാൽ അതിനൊക്കെ നേരെ വിപരീതമായിട്ട് എന്താണ്? ബേസ്ഡ് ഓൺ ഇംഗ്ലീഷ് ഗ്രാമർ. നിങ്ങൾ പലരും ഈ ക്ലാസിന്റെ ആരാധകരായി മാറിയതിന്റെ കാര്യം ഇത് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്നത് കൊണ്ടാണ്. അതിന്റെ കാരണം എന്താണ്? ഇത് പൂർണ്ണമായി ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് പരിപൂർണമായും ഇംഗ്ലീഷ് ഗ്രാമറിനാൽ നിയന്ത്രിതമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇതിന്റെ പ്രത്യേകത. മറ്റൊരു കാര്യം എന്താണ്? നോ നീഡ് ഓഫ് ബൈ ഹാർട്ട് സ്റ്റഡി. പൊതുവെ ഇംഗ്ലീഷിൽ മനുഷ്യന്മാർ സംസാരിക്കേണ്ട വാചകങ്ങൾ മുഴുവൻ കാണാപ്പടം പഠിപ്പിക്കലാണ് ഓരോരുത്തരുടെ പരിപാടി. അത് എത്ര ദിവസം ഓർമ്മയുണ്ടാവും? 2 ദിവസങ്ങൾ ഓർമ്മയുണ്ടാവും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. ഇതൊക്കെ പരസ്പരം കൂട്ടിയിടിച്ചൊക്കെ എന്ത് ചെയ്യും? തെറ്റിപ്പറയും. മാത്രമല്ല ഒന്നാമത് ഓർമ്മയുണ്ടാവില്ല, തെറ്റി പറയേണ്ടിയില്ല, കാരണം ഓർമ്മയുണ്ടാവില്ല. അതുകൊണ്ടാണ് അല്ലേ നമുക്കിവിടെ ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യം. ആ ചോദിച്ച കുട്ടിയോട് ഞാൻ എന്ത് ചെയ്തു? ഈസിന്റെ തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ചോദിച്ചു. അതിനൊക്കെ മണി പോലെ മറുപടി പറയാണ്. പെട്ടെന്നല്ല എന്റെ ചോദ്യങ്ങൾ ഉണ്ടായത്. എനിക്കിനെ ഭയങ്കര സന്തോഷമായി. കണ്ട തപ്പി തരേണ്ട ആളുകൾ പറഞ്ഞു എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഫോർ ഓൾ മലയാളീസ്, ഇതിന്റെ തമ്പനയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എല്ലാ മലയാളികൾക്കും ഇംഗ്ലീഷ് സംസാരിക്കാന്ന് പറഞ്ഞില്ലേ? എല്ലാ മലയാളികൾക്കും ഇത് മനസ്സിലാകുന്ന പോലെ ഒരു ടെക്നിക്കാണിത്. ഓക്കെ, ഇങ്ങനെ പറയാൻ തന്നെ ധൈര്യമുണ്ട്. എല്ലാ മലയാളികളും ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിപ്പിക്കാൻ പറ്റുമെന്ന് പറയാൻ വേണ്ടുള്ളൊരു ധൈര്യം. ഈ ടെക്നിക്ക് അത്ര സൂപ്പറാണെന്ന് മാഷക്ക് ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് മനസ്സിലായിട്ടുണ്ട്. ഈ ടെക്നിക്ക് മനസ്സിൽ ക്ലാസ് ഇവിടെ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ലൈവ് ക്ലാസ് കേൾക്കുന്നവര് ഒരുപാട് പേര് അതിനെ അഭിനന്ദിച്ചിട്ടുണ്ട്, അതിനെ മനസ്സിലാക്കി സ്വീകരിച്ചിട്ടുണ്ട്. ആ ഒരു ധൈര്യത്തിൽ എനിക്ക് പറയാൻ കഴിയും, ഇതെല്ലാം മലയാളികൾക്കുള്ള ക്ലാസ്സാണ്. ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുണ്ടോ? ഈ ക്ലാസ് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ലക്ഷ്യം പൂർത്തിയാവും. അവർ പല ക്ലാസ് കേട്ട് മരവിച്ച് മടുത്ത് ഇരിക്കുന്നവർ എപ്പോൾ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഈ ക്ലാസ് ശ്രദ്ധയിൽപ്പെടുന്നുവോ
ആ നിമിഷം പോലെ അവരെ സകല പ്രശ്നം എന്താണ് മാറുകയും അവര് ഈ ക്ലാസ്സിന്റെ ആരാധകരായിട്ട് മാറുന്നുള്ളൊരു മാഷ് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ധൃതി പിടിച്ചെടുത്തത് എന്ത് കൊളാക്കാത്തതിന് അർത്ഥം. ഓക്കെ, മറ്റൊരു കാര്യം എന്താണ്? കോൺവർ ഇംഗ്ലീഷ് ബൈ അണ്ടർസ്റ്റാൻഡിങ്. മാഷ തമ്പനയിൽ എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷിനെ മനസ്സിലാക്കി മെരുക്കിയെടുക്കാന്ന്. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നവരുടെ ഒരു പ്രധാന തൊഴിലാണ് എന്ത്? കാണപ്പെട്ട് പഠിപ്പിക്കുക എന്നുള്ളത്. അതിന് ഓരോന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഒരിക്കലും ഇത് മറന്നുപോയില്ല ധൈര്യസമേതം എന്താണ് ആളോട് സംസാരിക്കാൻ പറ്റും. നമ്മൾ പറയുന്ന കാര്യം കറക്റ്റാണെന്ന് അറിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് സംസാരിക്കാൻ പറ്റും. പലർക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാത്ത കാര്യം എന്തുണ്ടാകുമോ, ഈ വയനാട്ട് പഠിച്ചു വെച്ചിട്ടാണ്. വയനാട്ട് പഠിച്ചവര് അത് എന്തിനാണ് ഒരു വാക്കുകളോട് പറയുന്നത് യാതൊരു വെളിവില്ല എന്നർത്ഥം. അതുകൊണ്ട് ഒരിക്കലും അവർക്ക് എന്താണ് ആത്മവിശ്വാസം കിട്ടുന്നില്ല. നമ്മുടെ ക്ലാസ്സിൽ ഇത്രയും കഴിഞ്ഞ ക്ലാസ് കൃത്യമായിട്ട് കേട്ടവർക്ക് നല്ല ആത്മവിശ്വാസം എന്താണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമെന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. പിന്നെ എന്താണ് നമ്മളിതിൽ ഉപയോഗിച്ച ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് ടെക്നിക്കിൽ എല്ലാം വെളിപ്പെടുത്താൻ പറ്റില്ല. എന്നാൽ നിങ്ങൾക്ക് അറിയില്ലേ, നമ്മളെല്ലാത്തരും ഈസ് എടുത്താലും ആരെടുത്താലും ഏതെടുത്താലും ഒരു പോസിറ്റീവ് വാചകം ഉണ്ടായിരിക്കും, ഒരു നെഗറ്റീവ് വാചകം ഉണ്ടായിരിക്കും. ഒരു പോസിറ്റീവ് വേർഷൻ, ഒരു നെഗറ്റീവ് വേർഷൻ. കാര്യം ഇതെല്ലാം ലോകത്തുള്ളത് തന്നെയാണ്. പലരും ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന പണ്ടത്തെ ആളുകൾക്കൊക്കെ അറിയുന്നത് തന്നെയാണ്. എന്നാലും പക്ഷേ നമ്മുടെ ചില സയന്റിസ്റ്റുകളൊക്കെ എന്താണ് ഈ ലോകത്തുള്ള ചില കാര്യങ്ങൾ കണ്ടുപിടിച്ച്, ഇവിടെ ഉള്ള കാര്യങ്ങൾ തന്നെ അവർ കണ്ടുപിടിച്ച് ചില ക്രമീകരണങ്ങളിലൂടെ കണ്ടുപിടിച്ച് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത് പോലെ ഈ 4 വാചകങ്ങളെ പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ് ക്രമമായിട്ട് അടക്കുകയും അതിന് 7 തരത്തിലുള്ള ഉത്തരങ്ങൾ അല്ലെങ്കിൽ 9 വരാൻ പോകുന്നുണ്ട്. ഇതെല്ലാം ഇംഗ്ലീഷ് ഇതിങ്ങനെ ക്രമത്തിൽ 4 പറയുകയും അതിന് 7 ഉത്തരങ്ങൾ പറയുന്ന രീതി നിങ്ങൾക്ക് എവിടെ തപ്പിയാലും കിട്ടില്ല. യൂട്യൂബിൽ എവിടെ തപ്പിയാലും ഇങ്ങനെ ക്രമമായിട്ട് 4 വരെ പലരും പറയുന്നുണ്ട്. 4 പറയുകയും അതുപോലെ തന്നെ എന്താണ് ഇതിന് 7 ഉത്തരം പറയുന്ന രീതി എന്താണ് എവിടെയും കാണാൻ കഴിയില്ല. മനസ്സിലായോ? ഇതുപോലെ മനസ്സെന്താണ് ഇനി എന്താണ് ഇപ്പൊ ആപ്പാട് 2 നിയമം പറഞ്ഞിട്ടുള്ളൂ. എന്താണ് 2 നിയമം? ഒന്ന് സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്. ഇപ്പോഴോ വെർബ് പ്ലസ് സബ്ജക്റ്റ് ഒബ്ജക്റ്റ്. ഇനി നമ്മള് ഒരു നിയമം കൂടി വേറെ വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ടെൻസിലേക്ക് കിടക്കും. ടെൻസിൽ 12 നിയമമുണ്ട്. അത് കഴിഞ്ഞ പാസീവ് വോയിസ് കഴിയുമ്പോൾ 8 നിയമമുണ്ട്. അത്രയും കഴിഞ്ഞ് നിയമങ്ങൾ എഴുതുന്നത് ഓരോ നിയമങ്ങൾ. അപ്പൊ നമ്മള് നിയമങ്ങളാണ് പഠിക്കേണ്ടത്, അല്ലാണ്ട് നെഗറ്റീവ് ഉണ്ടാകാൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോ പറയാൻ കാരണം അറിയാമോ, ഇനി നമ്മൾ നെഗറ്റീവാണ് ഉണ്ടാക്കേണ്ടത്. അപ്പൊ നമുക്ക് നിയമം മാറിയിട്ടില്ലേ, വെർബ് സബ്ജക്റ്റ് ഒബ്ജക്റ്റ് അങ്ങനെ നിയമം മാറി. പക്ഷെ നെഗറ്റീവ് ഉണ്ടാകുന്ന നിയമത്തിൽ മാറ്റില്ല. പോസിറ്റീവ് ക്വസ്റ്റൻ ആകുന്ന നിയമം അത് ഈ ക്ലാസ്സിന്റെ അവസാന കാലഘട്ടം വരെ എന്താണ് അങ്ങനെ തന്നെ. ആ നിയമങ്ങൾ അങ്ങനെ തന്നെ പോകും, അതിനൊരു മാറ്റവും ഇല്ല. പക്ഷെ ഇടയ്ക്ക് പോസിറ്റീവ് വാചനകൾ നിയമമില്ലേ, പോസിറ്റീവ് വാചനകൾ നിയമം എന്ത് ചെയ്യും, ഇടയ്ക്കിടയിൽ മാറും. പോസിറ്റീവായി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നെഗറ്റീവ് ഉണ്ടാക്കലൊക്കെ പഴയ റൂൾ അനുസരിച്ചിരിക്കില്ല. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കിക്കോ, ഇതും കൂടി പറയാൻ വേണ്ടിയാണ് ഭാഷീയ വൃത്താന്തം മുഴുവൻ പറഞ്ഞങ്ങൾ നോക്കുക. ഇനി നമുക്ക് നമ്മുടെ ഈ വാചകത്തിന്റെ നെഗറ്റീവ് എങ്ങനെ ഉണ്ടാക്കുക, പ്രത്യേകിച്ച് പറയാനില്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന നിയമമല്ലേ. പക്ഷേ നെഗറ്റീവ് ഉണ്ടാകുന്ന നിയമം നിങ്ങൾ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട് ഈസിന്റെ കാലത്ത്. എന്താ പഠിപ്പിച്ചാണ് ഓർമ്മയുണ്ടാ? അത് അവർക്ക് ഇപ്പൊ ഓർക്കണം. എന്താണ് ഒരു പോസിറ്റീവ് വാചകത്തിലെ എന്ത് ചെയ്യണം, ഒരു പോസിറ്റീവ് വാചകത്തിലെ ഓർമ്മയുണ്ടാ, ക്രിയ കഴിഞ്ഞ ഉടനെ സഹായക്രിയ കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യണം, നോട്ട് എന്ന് എഴുതിയാൽ വാചകം നെഗറ്റീവ് അല്ലേ. നെഗറ്റീവ് വാക്ക് നോട്ടല്ലേ. പിന്നെ നെഗറ്റീവ് ഭാഷ പറയണ്ടേ, കണ്ട നമുക്ക് മേശപ്പുറത്ത് ഒരു പൂച്ച ഇല്ല. കണ്ട ഇങ്ങനെ ഇല്ല എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം, നെഗറ്റീവ് ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ച നിയമം ഉണ്ടല്ലോ, അതൊക്കെ പഴയ തന്നെയാണ്. എന്താ നിയമം പറഞ്ഞ്, ഒരു പോസിറ്റീവ് വാചകത്തിലെ സഹായക്രിയ കഴിഞ്ഞ ഉടനെ നോട്ട് എന്ന് എഴുതിയാൽ വാചകം നെഗറ്റീവ് ആകും. അപ്പൊ ഇവിടുത്തെ സഹായക്രിയ ഏതാ, ഈസ് അല്ലെ, ക്രിയ ഈസ്. വേണ്ട അപ്പൊ എങ്ങനെ വരാ നോക്കിയേ, there is plus not, there is ഇവിടെ നോട്ട്, not a cat on the table. കണ്ട, there is not a cat on the table. മേശപ്പുറത്തൊരു പൂച്ചയില്ല. കണ്ടാ, പിന്നെ നെഗറ്റീവ് ഉണ്ടാകുന്ന നിയമത്തിൽ മാറ്റം ഉണ്ട്. നമ്മൾ പണ്ട് ഈസ് നോട്ട്, ആർ നോട്ട്, ആം നോട്ട്, വാസ് നോട്ട്, വേറെ നോട്ടൊക്കെ പഠിച്ച പോലെ ഈസ് നോട്ട് ഉണ്ട്. ആ ഈസും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചാർട്ടൊക്കെ വെച്ചതിന് കാര്യം അറിയാമോ, അതിന്റെയൊക്കെ കാരണം എന്താണ്, ഇതൊക്കെ കണക്റ്റഡ് ഉള്ള വാക്കുകളാണ്. അന്ന് നമ്മൾ ഈസ് നോട്ട് പഠിച്ചിട്ട് ഈസ് നോട്ട് തന്നെ. ഇത് ഓരോന്നോരോന്നാന്ന് വിചാരിച്ചിട്ട് ഇരിക്കുമ്പോഴാണെങ്കിൽ കുഴപ്പം. പക്ഷെ എപ്പോഴും ഇത് ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണല്ലോ, ഗവേഷണം ഉണ്ട് ഇവിടെ. അതുകൊണ്ട് ഓരോന്ന് കണക്ട് ചെയ്ത് എന്താണ് അതിന്റെ ബന്ധങ്ങളൊക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് വേണ്ടി പറയണമെന്ന് മാത്രം. ഇനി അടുത്തത് 3-മത്തെ, മേശപ്പുറത്ത്
ഒരു പൂച്ച ഉണ്ടോ? കണ്ട, ഇങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കുന്നതാണ് പോസിറ്റീവ് ക്വസ്റ്റ്യൻസ്. ഉണ്ടോ? കണ്ട, കാട്ടിൽ മൃഗങ്ങളുണ്ടോ? വെള്ളത്തിൽ മത്സ്യങ്ങളുണ്ടോ? മുറിയിൽ കള്ളന്മാരുണ്ടോ? എന്താ, പാത്രത്തിൽ അരിയുണ്ടോ? ഫ്രിഡ്ജിൽ പാലുണ്ടോ? കണ്ടോ, ക്ലാസ്സിൽ വിദ്യാർത്ഥികളുണ്ടോ? ബസ്സിൽ യാത്രക്കാരുണ്ടോ? കണ്ട, ബീച്ചിൽ സഞ്ചാരികളുണ്ടോ? ഡാമിൽ വെള്ളമുണ്ടോ? കണ്ട, ഉണ്ടോ? ഇങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കുന്നതാണ് പോസിറ്റീവ്. അതെങ്ങനെ ഉണ്ടാക്കിയത്? നമ്മൾ എന്താ പറഞ്ഞ ഓർമ്മയുണ്ടോ? പോസിറ്റീവ് എങ്ങനെ ഉണ്ടാക്കേണ്ടത്? നെഗറ്റീവ് ഉണ്ടാക്കിയത് ഒരു പോസിറ്റീവ് വാചകത്തിലെ ക്രിയ കഴിഞ്ഞാൽ സഹായക്രിയ കഴിഞ്ഞ് നോട്ട് എഴുതിയാൽ വാചകം നെഗറ്റീവ് എന്ന് മനസ്സിലായില്ലേ? ഇനി ചോദ്യം ഉണ്ടാക്കിയ പോസിറ്റീവ്. ഈ പോസിറ്റീവ് വാചകത്തില് ഈ ക്രിയ എടുത്ത് എന്ത് ചെയ്യണം? വാചകത്തിന്റെ ആരംഭത്തിൽ വയ്ക്കണം. അപ്പൊ ഞാൻ ഈ നിയമങ്ങളൊക്കെ എന്തിനാ വീണ്ടും ഇപ്പൊ പറയുന്നറിയുമോ? ഇനി അങ്ങോട്ട് നിയമം തന്നെയാണ് കുറച്ച് എപ്പിസോഡുകളൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇത് നന്നായി പറഞ്ഞുറപ്പിച്ചാൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള എപ്പിസോഡൊക്കെ എന്താണ് ഇതൊന്നും പറയാണ്ട് നമുക്ക് എന്താണ് വേഗം പോകാൻ പറ്റും. അതിലിപ്പോ ആദ്യം പുതിയ ക്ലാസ് കേൾക്കുന്നവരാണ് എന്തിരിക്കുക എവിടേക്ക് നോട്ട് ഫിറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് അറിയില്ല. ആദ്യം പുതിയ ക്ലാസ് കാണരുത്, തുടക്കം മുതൽ എപ്പോഴും കാണണം കേട്ടോ. ഇനി ഇടയിലെങ്ങനെ കാണുന്നവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ എങ്ങനെ ഉണ്ടാക്കുക? പോസിറ്റീവ് അതിലെ സഹായിക്കെടുത്ത് മുന്നോട്ട് ഈസ് മുന്നോട്ട്. അപ്പൊ എന്തെങ്കിലും ഈസ് ഞാൻ അങ്ങോട്ട് എന്താ? ഈസ് there a cat on the table? Is there a cat on the table? മേശപ്പുറത്ത് പൂച്ചയുണ്ടോ? Is there a lion in the forest? കാട്ടിൽ ഒരു സിംഹമുണ്ടോ? എന്താ? Is there a cobra എന്താണ് in that hole? ആ പൊത്തില് ഒരു പാമ്പുണ്ടോ? മൂർഖൻ പാമ്പുണ്ടോ? എന്താ? Is there a zoo at Thrissur? അല്ല സോറി, in Thrissur. തൃശ്ശൂരിൽ ഒരു മൃഗശാലയുണ്ടോ? Is there an ATM counter at മണ്ണൂത്തി? മണ്ണൂത്തിൽ ATM കൗണ്ടർ ഉണ്ടോ? കണ്ടോ, ഇങ്ങനെ ഇഷ്ടംപോലെ ചോദിക്കാതെ നിങ്ങൾക്ക് അറിയാമല്ലോ. കണ്ട, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. ഈ നാലാമത്തെ എന്താ? 4 മേശപ്പുറത്തൊരു പൂച്ച ഇല്ലേ? അല്ല ഇല്ലേ, മേശപ്പുറത്ത് പൂച്ച ഇല്ലേ? അങ്ങനെ ചോദിക്കുന്നതാണ് എന്ത്? ഇല്ലേ എന്ന് ചോദിക്കുന്നതാണ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എങ്ങനെ ഉണ്ടാക്കുക. വേണ്ട കാര്യം നേരിടും നെഗറ്റീവ് ഉണ്ടാക്കലൊക്കെ പഴയ നിയമമാണ്. വേണ്ട എളുപ്പം കണ്ടോ നിങ്ങൾക്ക്? വേണ്ട പോസിറ്റീവ് ആയതൊക്കെ മാത്രമേ വ്യത്യാസമുള്ളൂ. അത് കഴിഞ്ഞ് എന്താണ് നെഗറ്റീവ് ഉണ്ടാക്കലും പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കലും നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കലും ഒക്കെ പഴയ ഉണ്ട്. അങ്ങനെയാണ് ഈ ക്ലാസ് കഴിയുന്നവരെ ഉണ്ടാവുക. വേണ്ട ഭയങ്കര എളുപ്പമുള്ള ടെക്നിക്ക് കണ്ട, പക്ഷേ കണ്ടുപിടുത്ത സ്ഥലകേസല്ല. ഓക്കെ കേട്ടോ. അപ്പൊ ഈ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക എങ്ങനെ ഓർമ്മയുണ്ടാ? നെഗറ്റീവ് വാചകത്തില് സഹായിക്കുന്നോട്ട് മുന്നോട്ട് വയ്ക്കണം. നമ്മൾ അങ്ങനെ ഈസ് നോട്ടൊക്കെ വെച്ച് പരിചയമുണ്ടല്ലോ. എന്താ അപ്പൊ ഇനി ഈസ് നോട്ട് ഞങ്ങൾ എഴുതാം. ഈസ് നോട്ട് there, ഈസ് നോട്ട് പ്രത്യേകിച്ച് അങ്ങോട്ട് എഴുതാം. there a cat on the table. കണ്ടോ, അപ്പൊ ഇവിടെ 4 വാചകം, നമ്മുടെ 4 വാചകം എത്തിക്കഴിഞ്ഞു. കണ്ട, there is a cat on the table. മേശപ്പുറത്തൊരു പൂച്ചയുണ്ട്. നെഗറ്റീവ്, there is not a cat on the table. മേശപ്പുറത്തൊരു പൂച്ചയില്ല. ചോദ്യം എന്താ? is there a cat on the table? മേശപ്പുറത്തൊരു പൂച്ചയുണ്ടാ? അടുത്തത് മേശപ്പുറത്ത് പൂച്ചയില്ല. isn't there, is പ്ലസ് നോട്ട് ചേർത്ത് ഈസിന്റെ പറയില്ല. അല്ലെങ്കിൽ is not there a cat on the table? മേശപ്പുറത്ത് പൂച്ചയില്ലേ? ഒരു വാചകം കൂടി ഇവിടെ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യം മാഷ് നമ്മള് ഹാസ് ഹാവിന്റെ ബ്രിട്ടീഷ് സ്റ്റൈൽ എടുത്ത സമയത്ത് ഒരു നോ പ്രയോഗം പറഞ്ഞത് ഓർമ്മയുണ്ട്? ഒരു നോ പ്രയോഗം. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി പ്രത്യേക വേറെ വാചകം പറയേണ്ട ഇതിൽ തന്നെ ഫിറ്റ് ചെയ്ത് കാണിച്ചിട്ട് കേട്ടോ. നമുക്ക് ഇവിടെ നോട്ടും ആക്കും വളരെ എന്താണ് നെഗറ്റീവ് ഉണ്ടാക്കുക ഒരു വാചകം കൂടി നമ്മൾ മാഷ് എന്താണ് ഈ നെഗറ്റീവിന്റെ വേറെ വാചകം എന്താ? there is no cat on the table. മേശപ്പുറത്ത് പൂച്ചയില്ല. there is not a cat on the table എന്ന് പറയുന്നതിന് തുല്യമാണ്. ഈ നോട്ടും ആയും ചുരുക്കി പറയുമ്പോഴാണ് എന്ത്? നോവൽ. മനസ്സിലായി? നോട്ടിലും ആക്കും നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. നിങ്ങളെ ക്ലാസ്സിലിട്ടൊരു കറിയല്ലേ? നോട്ട് പ്ലസ് എ എന്ന് പറയുന്നതിന് പകരം നോ എന്ന് പറയും. നോ കഴിഞ്ഞ എന്ന് പറയരുത് കേട്ടോ. അപ്പൊ എന്താ? രണ്ടുപേരും നെഗറ്റീവ്. അപ്പൊ എന്താ? അപ്പൊ
there is not a cat on the table കൂടെ ഉണ്ട്. there is no cat on the table എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് വാല്യം കൂടി ഉണ്ടെന്നുള്ള കാര്യം മറക്കേണ്ട. പക്ഷേ നമ്പർ ഒന്നും കൊടുക്കുന്നില്ല, കാരണം നമ്മുടെ ആ ട്രാക്ക് തെറ്റിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ നാലെണ്ണം തന്നെ, അതിനിടയിൽ ആര് എന്താണ് കയറാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. ഓക്കെ, ഇനി ഉത്തരങ്ങൾ. ആൻസേഴ്സ് ANSWERS. ഇവിടെ 9 ഉത്തരങ്ങളുണ്ട്. നമ്മൾ സാധാരണ ഉത്തരം എന്താണ് 7 ഉത്തരങ്ങളല്ലേ പറഞ്ഞിരുന്നത്, ഇനി 9 ഉത്തരമുണ്ട്. അതായത് ഇപ്പൊ നമ്മുടെ വീട്ടിൽ എന്താണ്, ഇപ്പൊ ബാബു അമ്മയും കൂടി എന്താണ് TV കാണാൻ ഇരുന്നിട്ട്. അപ്പൊ അവർ അടുക്കളയിലെ ഡൈനിങ് ടേബിളിൽ എന്താണ് മീൻ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന് മൂടി വെച്ചിരിക്കുകയാണ്. അത് കുറച്ചു നേരം TV ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് പോയി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച അമ്മയും മോനും കൂടി എന്താണ് ബാബുവും കൂടി TV കണ്ടോണ്ടിരിക്കണം. പെട്ടെന്ന് അടുക്കളയുടെ ആ ഡൈനിങ് ടേബിളിൽ അവിടെ എന്താണ് ഒരു പാത്രം തട്ടി മറിയുന്ന ശബ്ദം കിട്ടും. ഉടനെ അമ്മ പറയാണ് ബാബു പ്ലീസ് ഗോ ആൻഡ് ലുക്ക്, പ്ലീസ് ഗോ, ദയവായി പോക്, എന്നിട്ട് നോക്ക്, ഈസ് there a cat on the table. മേശപ്പുറത്ത് പൂച്ചയുണ്ടോ നോക്കിയേ, ഉണ്ട്. പ്ലീസ് ഗോ ആൻഡ് ലുക്ക്, അങ്ങനെ പറയുന്നില്ലേ, എന്താണ് പ്ലീസ് ഗോ, ഈസ് there a cat on the table, പോയി നോക്കിയേ, നോക്കുക എന്നുള്ള പ്ലീസ് ഗോ ആൻഡ് ലുക്ക്, പോവുക എന്നിട്ട് നോക്കുക, ലുക്ക് എന്നുള്ള കേൾക്കുമ്പോൾ പഠിപ്പിച്ചില്ല, അതുകൊണ്ട് അതൊക്കെ വെർബിന്റെ കുടുംബേയത്വം പറയുമ്പോൾ വരുള്ളൂ കേട്ടോ. തൽക്കാലം ഇപ്പൊ പറഞ്ഞു പോയിരുന്നു അത്. അപ്പൊ എന്താ ഈസ് there a cat on the table, മേശപ്പുറത്ത് പൂച്ചയുണ്ടോ? ബാബു ഓടി, കാരണം മീനൊക്കെ പൂച്ച തന്നാൽ പിന്നെ നമുക്ക് തിന്നാൻ കിട്ടില്ല, അതുകൊണ്ട് അവൻ ഓടിച്ച് എന്നിട്ട് വാതില് തുറന്ന് അടുക്കളയുടെ അപ്പുറത്തെ വാതിൽ നോക്കിയപ്പോ എന്താണ് പൂച്ച മേശപ്പുറത്തുണ്ട്. ഉടനെ അവൻ എന്ത് പറയും? ഒന്നാമത്തെ ഉത്തരം എന്താ യെസ്, യെസ് നമ്മൾ ഉണ്ടാക്കാറുണ്ടല്ലോ, അത് തന്നെ. രണ്ടാമത്തെ ഉത്തരം യെസ് എഴുതിയിട്ട് ഈ പോസിറ്റീവ് ആയത്തില് there is എന്താ, അതിന്റെ അർത്ഥമൊക്കെ പിന്നെ പറയാം, തൽക്കാലം എഴുതിട്ടുണ്ട്. യെസ് എന്താണ് there is. മൂന്നാമത്തെ എന്താണ് യെസ് എഴുതിയിട്ട് there is a cat, ഈ സബ്ജക്റ്റ് എന്താണ് there is a cat. നാലാമത്തെ എന്താണ് യെസ് എഴുതിയിട്ട് ഈ വാചകം മുഴുവൻ ഇപ്പൊ എന്തുവരും യെസ് കോമ ഇടുന്നിട്ട് കുഴപ്പമില്ല. എന്താണ് there is a cat on the table. എന്നാ മുൻപ് നമ്മള് 3 പോസിറ്റീവ് ഉത്തരം ഉണ്ടാക്കിയാൽ ഇപ്പൊ 4 എണ്ണായി. എന്താ യെസ്, യെസ് there is, യെസ് there is a cat, യെസ് there is a cat on the table. എന്താ ഈ പോസിറ്റീവ് ആയതിനാണ് മുറിക്കണതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ 4 പറയില് പണി തുടങ്ങിയിട്ടില്ലേ. ഇനി പൂച്ചയില്ലെങ്കിലോ, ബാബു പോയി നോക്കിയിട്ട് പൂച്ചയില്ലെങ്കിൽ അവരെന്ത് പറയും? നോ, ഇല്ല. കണ്ട ആരെങ്ങനെയാ നോ എന്ന് എഴുതിയിട്ട് ഈ നെഗറ്റീവ് വാചകം ഇവിടെ നമ്മൾ there is എഴുതിയതിന് there is not. അപ്പൊ എന്താ നോ എന്താണ് there is not. ഇനി 7 എന്താണ് 7 നമ്മൾ നോ എന്ന് എഴുതിയിട്ട് there is not a cat. ഇവിടെ നമ്മൾ ക്യാറ്റ് എഴുതി, അതുപോലെ ഇവിടെ there is a cat എന്ന് പറഞ്ഞാൽ ഇവിടെ there is എന്താ there is not a cat. അപ്പൊ നോ എന്താണ് there is not a cat. ഇല്ല, അടുത്തതിൽ 8ാമത്തെ നോ എന്ന് എഴുതിയിട്ട് ഈ നെഗറ്റീവ് ആയ എന്താണ് മുഴുവൻ പറയും. അപ്പൊ എന്ത് വരും എന്ന് പറഞ്ഞേ നോ എന്ന് എഴുതിയിട്ട് എന്താ നോ എന്താ there is not a cat on the table. കണ്ടോ മേശപ്പുറത്ത് പൂച്ചയില്ല എന്നർത്ഥം. അപ്പൊ ഇതിന്റെ ഉത്തരങ്ങൾ എങ്ങനെ ഉണ്ടാക്കുക? യെസ് there is കണ്ടോ there is വരെ യെസ് there is a cat, യെസ് there is a cat on the table. കണ്ടോ 4 പോസിറ്റീവ്. ഇനി എങ്ങനെ ഉണ്ടാക്കുക? നോ, അടുത്തത് നോ എന്ന് പറഞ്ഞിട്ട് there is not, അടുത്തത് നോ എന്ന് പറഞ്ഞിട്ട് there is not a cat, അടുത്തത് എന്താ നോ എന്ന് പറഞ്ഞിട്ട് there is not a cat on the table. അപ്പൊ ബാബു ചെന്ന് പറഞ്ഞ മറുപടിയുടെ മലയാളം ഇംഗ്ലീഷ് അല്ല മലയാളം ഞാൻ പറയാം കേട്ടോ. എന്താണ് മമ്മി എന്താ പറഞ്ഞ? ബാബു പ്ലീസ് ഗോ ആൻഡ് ലുക്ക്, ഈസ് there a cat on the table. മേശപ്പുറത്ത് പൂച്ചയുണ്ടോ നോക്കിയേ. അല്ല ഇത് ചോദിക്കാം isn't there a cat on the table. മേശപ്പുറത്ത് പൂച്ചയില്ലേ, പോയി നോക്കി. ശബ്ദം കേട്ടു, അപ്പൊ പൂച്ചയുണ്ടെന്ന് ഉറപ്പണം, അമ്മയ്ക്ക് ഉറപ്പണം, പൂച്ചയില്ലേ എന്ന് പോയി നോക്കാൻ. അവൻ പോയി നോക്കുമ്പോ വാതിലൊന്ന് നോക്കുമ്പോ എന്താ കണ്ടത്? പൂച്ചനെ കണ്ടു. യെസ് ഉണ്ട്
യെസ് ദർ ഈസ്. അവിടെയുണ്ട്. അവിടെയുണ്ട്. യെസ് ദർ ഈസ് എ കാറ്റ്. അവിടെ ഒരു പൂച്ചയുണ്ട്. അവിടെ മേശപ്പുറത്ത്. യെസ് ദർ ഈസ് എ കാറ്റ് ഓൺ ദി ടേബിൾ. മേശപ്പുറത്ത് ഒരു പൂച്ചയുണ്ട്. കണ്ട, ഇതിൽ ഏത് പറഞ്ഞാലും അമ്മയ്ക്ക് കാര്യം മനസ്സിലാവില്ലേ? യെസ്. അപ്പൊ അമ്മയ്ക്ക് മനസ്സിലായി പൂച്ചയുണ്ടെന്ന്. യെസ് ദർ ഈസ്. അവിടെ ഉണ്ട്. അപ്പോഴും അമ്മയ്ക്ക് മനസ്സിലായി പൂച്ച. യെസ് ദർ ഈസ് എ കാറ്റ്. അപ്പോഴും അമ്മയ്ക്ക് മനസ്സിലായിരുന്നത് മേശപ്പുറത്ത് പൂച്ച. യെസ് ദർ ഈസ് എ കാറ്റ് ഓൺ ദി ടേബിൾ മമ്മി. മമ്മി ദർ ഈസ് എ കാറ്റ് ഓൺ ദി ടേബിൾ. കണ്ട, മമ്മി മേശപ്പുറത്ത് പൂച്ചയുണ്ട്. 4 ഉത്തരം ചെറുപറയെന്ന് പറയാനുള്ളൊരു കഴിവുകൾ. യെസ് യെസ് ദർ ഈസ്. യെസ് ദർ ഈസ് എ കാറ്റ്. യെസ് ദർ ഈസ് എ കാറ്റ് ഓൺ ദി ടേബിൾ. നോ, ഇല്ല. നോ മമ്മി, നോ. നോ ദർ ഈസ് നോട്ട്. അവിടെയൊന്നും ഇല്ല. ഇല്ല അവിടെയൊന്നും ഇല്ല. ഇല്ല അവിടെയൊന്നും ഇല്ല. എന്നിട്ട് മേശപ്പുറത്ത് പൂച്ച. നോ ദർ ഈസ് നോട്ട് എ കാറ്റ്. അവിടെ പൂച്ചയൊന്നുമില്ല. അവിടെ പൂച്ചയൊന്നുമില്ല. അവിടെ മേശപ്പുറത്ത്. നോ ദർ ഈസ് നോട്ട് എ കാറ്റ് ഓൺ ദി ടേബിൾ. ഇല്ല, മേശപ്പുറത്തൊരു പൂച്ചയില്ല. അപ്പൊ പിന്നെ കേട്ട ശബ്ദം തന്നെയാണ്. ശബ്ദം കേട്ടിട്ടുള്ള ബാബുവിനോട് പറഞ്ഞു വിട്ടത്. ബാബു സത്യം പറഞ്ഞു. അതവിടെ കണ്ട കാഴ്ചവൻ പറഞ്ഞു. അതാണ് എത്രാമത്തെ ഉത്തരം? 9ാമത്തെ ഉത്തരം. അതെങ്ങനെ ഉണ്ടാക്കുക? 9ാമത്തെ ഉത്തരം 9. എങ്ങനെ ഉണ്ടാക്കും? ആദ്യം നമുക്കറിയില്ല നോ എന്ന് പറഞ്ഞു. നോ എന്ന് പറഞ്ഞിട്ട് ഈ ഫസ്റ്റ് വാചകങ്ങൾ പാർത്ത്. എന്താണ് പാർത്ത്? അല്ലെങ്കിൽ പറയാൻ നോക്കും. എന്താ മാഷ് പറയാൻ? എന്താണ് ഫസ്റ്റ് വാചകം? There is a, ഈ കാറ്റില്ലേ, കാറ്റിന് പോലെ റാറ്റ് കണ്ട. There is a rat on the table. കണ്ട, മേശപ്പുറത്ത് എലിയാണ്. എലിയും വന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയല്ലോ. അമ്മ എന്ന് ചോദിച്ച് ഈസ് there a cat on the table. മേശപ്പുറത്ത് പൂച്ചയുണ്ടോ? ബാബു കണ്ടിട്ട് നോക്കിയിട്ട് പറയാണ് നോ 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 മമ്മി, there is a rat on the table. മേശപ്പുറത്തെ എലിയാണുള്ളത്. കണ്ട, അപ്പൊ ഇങ്ങനെ ഈ 9ാമത്തെ ഉത്തരം പറയുമ്പോ സബ്ജക്ട് മാറ്റി പറയാൻ മനസ്സിലാക്കി. കാറ്റ് മാറ്റി റാറ്റാക്കി പട്ടീനെ ഡോഗ് എന്ന് പറയാം. അപ്പൊ സബ്ജക്ട് മാറ്റാൻ മനസ്സിലായി. ഇനി വേറെ നോക്ക്, ഈ പ്രിപ്പോസിഷൻ മാറ്റാം. ഓൺ. ഇപ്പൊ പൂച്ച തന്നെയാ. പൂച്ച മേശപ്പുറത്ത് മീനെടുത്തിട്ട് മേശ അടിയിലേക്ക് പോയി. ബാബു നോക്കുമ്പോ മേശയുടെ അടിയിലാണ് പൂച്ച. അപ്പൊ അവൻ എന്ത് പറയും? നോ there is a cat under the table. അല്ല, ഓൺ മാറ്റി അണ്ടർ പറയാം. പറഞ്ഞൂടെ? അപ്പൊ പ്രിപ്പോസിഷൻ മാറ്റി പറയാം. പിന്നെന്താണ്? ഈ മേശയുടെ പുറത്ത് മാത്രമേ പൂച്ച ഇരിക്കാൻ പറ്റുള്ളൂ. മേശപ്പുറത്ത് പൂച്ച അതെടുത്തിട്ട് എന്താണ് സ്ലാബിന്റെ മുകളിൽ കയറി കൂടെ. സ്ലാബ് ഉണ്ട്, വേറെ സ്ലാബ്. അപ്പൊ എന്ത് പറയാം? നോ 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 there is a cat on the slab. അല്ല, on the desk. ഡെസ്കിന് മുകളിൽ ചാടി. കണ്ട, അപ്പൊ ഒബ്ജക്റ്റ് മാറ്റി പറയാം, സബ്ജക്റ്റ് മാറ്റി പറയാം, പ്രിപ്പോസിഷൻ പറയാം. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നത് മുഴുവൻ പറയാൻ പറ്റും. അത് മാറ്റി പറയാം. അത് കണ്ടത് പറയാവുന്നതാണ്. മനസ്സിലായല്ലോ? ഇപ്പൊ നമ്മൾ എന്താണ് ഈ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ വാചകം മാറി മാറി പറഞ്ഞില്ലേ? ആ സകല വാചകങ്ങൾക്ക് നെഗറ്റീവ് പറയാൻ പറ്റും. നിങ്ങൾക്ക് അതിന്റെ പോസിറ്റീവ് വശം ഉണ്ടാക്കാം, അതിന്റെ നെഗറ്റീവ് വശം ഉണ്ടാക്കാം. എല്ലാത്തിനും എന്താണ് 9 ഉത്തരം ഉണ്ടാക്കാൻ പറ്റും. മാഷ് ഇതുപോലത്തെ 3 എക്സാമ്പിൾ കാണിക്കും. മനസ്സിലായി? 3 എക്സാമ്പിൾ ആണ്. കാരണം സിംഗിളർ വെച്ചൊരു എക്സാമ്പിളും പറയും, പ്ലൂറൽ വെച്ച് 2 എക്സാമ്പിൾ പറയും. അങ്ങനെ 4 ഉണ്ടാകും കേട്ടോ. അപ്പൊ പല 3 വാചകങ്ങളിൽ പറയുമല്ലോ കേട്ടോ. അപ്പൊ നോക്കാം. ഇനി നമുക്ക് എല്ലാം എന്താണ് പ്രാക്ടീസാണ്. നമ്മൾ പണ്ട് ഈ സറാമ വാസവർ പഠിച്ചത് പ്രാക്ടീസ് ചെയ്തില്ലേ എന്ന് പറഞ്ഞ പോലെ. ആദ്യം നമുക്ക് എന്താണ് മലയാളം ഇംഗ്ലീഷും കൂട്ടി പറയാം. പിന്നെ എന്താണ് ഇംഗ്ലീഷും മാത്രം പറയാം കേട്ടോ. നിങ്ങൾ ഇങ്ങോട്ട് നോക്കുമ്പോ ഈ ബോർഡിൽ എഴുതിയിട്ട് നോക്കണ്ട, ഭാഷ മുഖത്തേക്ക് നോക്കുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക? പറയുക. സൂത്രത്തിൽ ബാക്കിലേക്ക് നോക്കരുത്. അത് നോക്കേണ്ട ആവശ്യമില്ല. എന്നൊരു ഈ ക്ലാസ് കൃത്യമായിട്ട് കാണുന്നവർക്ക് അറിയാൻ നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് തുടങ്ങാം. അല്ല, പണ്ടത്തെ പോലെ കേട്ടോ. പ്രാക്ടീസ് വീണ്ടും ആരംഭിച്ചു. ഇനി കണ്ട, അപ്പൊ കുറച്ചാൾ നമ്മൾ വേറെ ട്രാക്കിൽ പോയി. ഇനി വീണ്ടും മെയിൻ റോഡിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് മേശ പറഞ്ഞ ഒപ്പം പറയട്ടോ. ഒപ്പം പറഞ്ഞ മാഷ. മേശപ്പുറത്തൊരു പൂച്ചയുണ്ട്. ഇംഗ്ലീഷ്. There is a cat on the table. അടുത്ത് മേശപ്പുറത്തൊരു പൂച്ചയില്ല. There is not a cat on the table. അടുത്ത് മേശപ്പുറത്തൊരു പൂച്ചയുണ്ടോ? Is there a cat on the table. അടുത്ത് മേശപ്പുറത്തൊരു പൂച്ചയില്ലേ? Is not there a cat on the table. ഉത്തരം yes. Yes there is. Yes there is a cat. Yes there is a cat on the table. No. No. പറയേ. No. No there is not. No there is not a cat. No there is not a cat on the table. No there is a cat under the table. കേട്ടോ?
ഇങ്ങനെ എന്ത് ചെയ്യണം, തന്നെ ഇംഗ്ലീഷിനെ പറയണം. വേറെ നോക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ആ ട്രാക്ക് അറിയാം. അതിൽ പോസിറ്റീവ് വാചകം, പിന്നെ നെഗറ്റീവ് വാചകം, പിന്നെ പോസിറ്റീവ് ക്വസ്റ്റ്യൻ, പിന്നെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ, പിന്നെ മുറിച്ച് 7 ഉത്തരങ്ങൾ കണ്ട. അപ്പൊ ഇതില് ഏറ്റവും സ്റ്റൈൽ ഉത്തരം ഏതാണ്? ഏതാണ് ഈ നീണ്ട വാചകം? യെസ് യെസ്, there is a cat on the table. അല്ലെങ്കിൽ എന്താ പറയുക ഏറ്റവും അവസാനത്തെ? No 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 no, there is not a cat on the table എന്നുള്ള എട്ടാമത്തെ 9 പറയാ. No no no, there is a rat on the table. അല്ലെങ്കിൽ there is a cat under the table. There is a cat on the slab. കണ്ട. ഇനി നമുക്ക് ഈ മലയാളം ഒന്നും ഇല്ലാണ്ട് ഒന്നുകൂടി പറയാം. അപ്പൊ എന്താ എന്ന് പറഞ്ഞേ? അവർ പറയാം. ഒപ്പം പറയാം, മാഷ ഒപ്പം പറയാം. എല്ലാവരും അവരവരുടെ വീട്ടിൽ നിന്ന് പറയണ്ട. പറഞ്ഞേ ഇങ്ങനെ പറയും. ഇപ്പൊ ഞാൻ എന്തിനിങ്ങനെ പറയിക്കണേ? ഇങ്ങനെ പറയുമ്പോഴാണ് ഇതിന്റെ നമുക്ക് എന്താണ് പിന്നാലെ വാചകം വരിക. ഇപ്പൊ ഞാനിങ്ങനെ കാണിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഈ ഒരു വാചകം ഇങ്ങനെ ഇങ്ങനെയൊക്കെയല്ലേ എന്ന് ചോദിച്ചോണ്ടിരിക്കും. അതിന് പകരം നമ്മൾ അനറിക്കുളമായിട്ട് വായിക്കട വരുന്നത് ഒന്നും പറയാ. There is a cat on the table. There is not a cat on the table. Is there a cat on the table? Is not there a cat on the table? Yes, yes there is. Yes there is a cat. Yes there is a cat on the table. No 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 no. No there is not. No there is not a cat. No there is not a cat on the table. No there is a rat on the table. കണ്ട. ഇങ്ങനെ എന്ത് ചെയ്യണം? അങ്ങോട്ട് വെള്ളം പറയാന്നുള്ളതാണ്. ഇനി നമ്മുടെ ഡ്യൂട്ടി എന്താണ്? ഈ സബ്ജക്റ്റും ഒബ്ജക്റ്റും പ്രിപ്പോസിഷനൊക്കെ മാറ്റി വെറൈറ്റി വാചകങ്ങൾ പറയാന്നുള്ളതാണ്. സാധാരണ സിംഗുലറും പ്ലൂരലും അയ്യുമല്ല പറയാറ്. അതിന് പറയാം സിംഗുലറിൽ തന്നെ എന്താണ് വേറെ വാചകം പറഞ്ഞു കേൾപ്പിക്കും. പിന്നെ പ്ലൂരലിൽ തന്നെ 2 വാചകം പറയും. അയ്യും ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും 4 നിന്ന് അപ്പൊ കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുപോലെ ഇഷ്ടം പോലെ എന്താണ് സബ്ജക്റ്റ് ഒബ്ജക്റ്റും പ്രിപ്പോസിഷൻ മാറ്റി എന്താണ് പറയാം കേട്ടോ. ഭാഷ മാറ്റിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്തേക്ക് കിടക്കാം. ഇനി നമുക്ക് അടുത്ത വാചകം നോക്കാം. നമുക്ക് സെക്കൻഡ് വാചകം എന്താണ്? ക്ലാസ്സിൽ ഒരു വിദ്യാർത്ഥി ഉണ്ട്. കണ്ട, ക്ലാസ്സിൽ വിദ്യാർത്ഥി ഉണ്ട്. അപ്പൊ നമുക്ക് മലയാള വാചകല്ലേ 3ആയി മുറിക്കാം. ക്ലാസ്സിൽ ഒബ്ജക്റ്റ്, ഒരു വിദ്യാർത്ഥി സബ്ജക്റ്റ്, ഉണ്ട് വെർബ് അല്ലേ. എന്താ മലയാളം OSV, ഇംഗ്ലീഷ് ആക്കുമ്പോഴോ VSO. അപ്പൊ ഇംഗ്ലീഷ് ആക്കുമ്പോ എന്ത് ചെയ്യണം? ആദ്യം വെർബ് ഉണ്ടല്ലോ. വെർബ് എന്താ? ഉണ്ട്. ഉണ്ട് അതിന് എത്ര ഇംഗ്ലീഷ് വാക്കുകളുണ്ട്? ധാരാറുണ്ട്. അപ്പൊ ഏതെടുക്കണം? നമ്മൾ എങ്ങനെ ചിന്തിക്കും? നമ്മൾ സബ്ജക്റ്റിനെ നോക്കണം. സബ്ജക്റ്റ് ആരാണ്? സബ്ജക്റ്റ് ഒരു വിദ്യാർത്ഥി അല്ലേ. ഒരു വിദ്യാർത്ഥി അല്ലേ. അവ ഏകവചനമാണ്. അപ്പൊ എന്ത് ചെയ്യണം? there is. അപ്പൊ വേണ്ട നോക്ക്, there is. വെർബ് സബ്ജക്റ്റ് ആരാ? ഒരു വിദ്യാർത്ഥി. എന്താണ്? സ്റ്റുഡന്റ്. പിന്നെ ഒബ്ജക്റ്റ് എന്താ? ക്ലാസ്. ക്ലാസിന്റെ അകത്തല്ലേ, ഉള്ളിൽ എന്നുള്ള അർത്ഥത്തിൽ എന്ത് ചെയ്യണം? ഇൻ ദ ക്ലാസ്. There is a student in the class. There is a teacher in the class. There is a man in the class. There is a desk in the class. There is a table in the class. There is a blackboard in the class. There is headmaster in the class. Headmaster ഉണ്ട്. There is headmaster in the office. There is principal in the office. There is boss in the office. There is papa in the room. There is mummy in the kitchen. എങ്ങനെ മാറി പറയണം? നെഗറ്റീവ്. നെഗറ്റീവ് ഉണ്ട്. എന്താ? ക്ലാസ്സിൽ ഒരു വിദ്യാർത്ഥി ഇല്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ നെഗറ്റീവ് ഉണ്ടാക്കാൻ വേഗം പറഞ്ഞ എന്താ? There is not a student in the class. ഇനി മൂന്നാമത്തെ എന്താ? ക്ലാസ്സിൽ ഒരു വിദ്യാർത്ഥി ഉണ്ട്. അപ്പൊ എങ്ങനെ വരിക? ഇനി ചോദ്യം ഉണ്ടാക്കുക ഈസ് മുന്നോട്ടേക്ക്. അപ്പൊ എന്താ? നെഗറ്റീവ് ഈസ് നോട്ട്. ചോദ്യം ഉണ്ടാക്കാൻ ഈസ് മുന്നോട്ട്. എന്താ? ഈസ് മുന്നോട്ട് വെച്ചു. There a student in the class. ചോദിച്ചിട്ടുണ്ട്. നാലാമത്തെ എങ്ങനെയാ? ക്ലാസ്സിൽ ഒരു വിദ്യാർത്ഥി ഇല്ലേ. അപ്പൊ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഇല്ലേ എന്നുള്ള നെഗറ്റീവ് ക്വസ്റ്റ്യൻ അല്ല. അപ്പൊ എന്ത് ചെയ്യും? നെഗറ്റീവ് വാചകത്തിലെ ഈസ് നോട്ട് മുന്നോട്ട്. ഇപ്പൊ എന്ത് വരും?
is not പിന്നെ there a student in the class. But there is a student in the class. There is not a student in the class. Is there a student in the class? Class വിദ്യാർത്ഥി ഉണ്ടോ? Is not there a student in the class? Any answers? ANSWERS. എന്ത് ഉത്തരങ്ങൾ പറഞ്ഞ്? ഒന്നാമത്തെ ഉത്തരം യെസ്. രണ്ടെന്താ? യെസ് എഴുതിയിട്ട് പറഞ്ഞേ എന്താ? There is. മൂന്നെന്താ? യെസ് എഴുതിട്ട് പറയൂ. എല്ലാവരും പറഞ്ഞെന്താ? There is a student. നാലാമത്തെ എന്താ? യെസ് എഴുതിട്ട് ഈ വാചകം എന്താ? എന്താണത്? There is a student in the class. ഇനി അഞ്ചാമത്തെ എന്താ? വേണ്ട. യെസ് എഴുതി ഈ വാചകം മുഴുവൻ എഴുതി. ഇനി അഞ്ചാമത്തെ എന്താ? നോ. ആറെന്താ? നോ എന്ന് എഴുതിയിട്ട് ഈ നെഗറ്റീവ് അത് ഈസ് നോട്ട് വരും. എന്ത് വരും? There is not. ഏഴെങ്ങനെ വരിക? ഏഴ്. നോ എങ്ങനെ വരും? There is not ഇവിടം വരെ a student. There is not a student. എട്ട് എങ്ങനെ വരും? എട്ട്. നോ എന്ന് എഴുതിയിട്ട് നെഗറ്റീവ് വാചകം മുഴുവൻ. അപ്പൊ എന്ത് വരും? നോ there is not a student in the class. ഒൻപത് എന്ത്? ഒൻപത് നോ എഴുതിയിട്ട് ഈ സ്റ്റുഡന്റിന് പകരം എന്താണ്? അല്ലെങ്കിൽ ക്ലാസ്സിന് പകരം റൂമിൽ നിന്ന് ആക്കുക, അല്ലെങ്കിൽ എന്താണ് ഓഫീസിൽ നിന്ന് ആക്കുക, അല്ലെങ്കിൽ ഇവിടെ സ്റ്റുഡന്റ് മാറ്റി ടീച്ചർ ആക്കുക. അപ്പൊ എന്താ? നോ എന്താണ്? there is a teacher. സ്റ്റുഡന്റ് മാറ്റി there is a സ്റ്റുഡന്റ് മാറ്റി ടീച്ചർ. ടീച്ചർ in the class. എന്താ? ക്ലാസ്സില് സ്റ്റുഡന്റ് അല്ല ടീച്ചറാണ്. ഓക്കെ. അപ്പൊ എന്താണ് കണ്ട? യെസ് പിന്നെ മാഷ് ഡീറ്റെയിൽ പറയണ്ടത് നമുക്ക് അറിയാലോ, പിന്നെ അർത്ഥം അറിയാലോ, നമുക്ക് ഈ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാന്നുള്ള മെയിൻ കാര്യം. അപ്പൊ എന്താണ്? ഒരാഴ്ച ഇംഗ്ലീഷ് മലയാളം പറയാം, പിന്നെ ഇംഗ്ലീഷ് മാത്രം വേണ്ട. പെട്ടെന്ന് ഇവിടെ പറഞ്ഞോ കേട്ടാ, പെട്ടെന്ന് പറയണം. ക്ലാസ്സിൽ പറഞ്ഞ ക്ലാസ്സിൽ ഒരു വിദ്യാർത്ഥി ഉണ്ട്. There is a student in the class. ക്ലാസ്സിൽ ഒരു വിദ്യാർത്ഥി ഇല്ല. There is not a student in the class. ക്ലാസ്സിൽ വിദ്യാർത്ഥി ഉണ്ടോ? Is there a student in the class? ക്ലാസ്സിൽ വിദ്യാർത്ഥി ഇല്ലേ? Is not there a student in the class? Yes there is. Yes there is a student. Yes there is a student in the class. No there is not. No there is not a student. No there is not a student in the class. No there is a teacher in the class. എങ്ങനെയുണ്ട് ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഈ ടെക്നിക്ക്? ഇത് ഒരു സ്ഥലത്ത് കാണാൻ പറ്റില്ല. ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വറിയസ് മാഷ ക്ലാസ്സിൽ മാത്രമേ ഇങ്ങനെ ചെറുതേന്ന് എന്താണ് കാണപ്പെടാൻ പഠിക്കാണ്ട് ഇംഗ്ലീഷ്. yes there is a cat. കണ്ടോ? yes there is a student. Yes there is a student in the class. No there is not. No there is not a student. എത്ര സ്പീഡില് ഒരു തപ്പുന്ന ഇടയിലാണ് പറയാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. നമുക്ക് ഇനി മലയാളം ഇല്ലാണ്ട് ഇംഗ്ലീഷ് മാത്രം പറയാം കേട്ടോ. പെട്ടെന്ന് പറഞ്ഞ് there is a student in the class. There is not a student in the class. Is there a student in the class? Is not there a student in the class? Yes there is. Yes there is a student. Yes there is a student in the class. No there is not. No there is not a student. No there is not a student in the class. No there is principal in the class. അല്ലാ ഇനി വായിച്ചിട്ട് അടുത്തത്. ഇനി നമുക്ക് അടുത്ത വാചകം. ഈ വാചകത്തിന്റെ പ്രത്യേകത എന്താ അറിയാമോ? ഈ വാചകത്തിന്റെ പ്രത്യേകത ഇതിലെ സബ്ജക്റ്റ് പ്ലൂറലാണ്. നോക്കിയേ കേട്ടാ. കാട്ടിൽ മൃഗങ്ങൾ ഉണ്ട്. കണ്ടാ? മൃഗങ്ങൾ ഉണ്ടെന്ന് കാട്ടിൽ. മൃഗങ്ങൾ കണ്ട? മൃഗങ്ങൾ പ്ലൂറലല്ലേ? നമ്മളതിനെ മൂന്നായി മുറിക്കുക. ആദ്യം ഒബ്ജക്റ്റ്, പിന്നെ സബ്ജക്റ്റ്, പിന്നെ വെർബ്. അപ്പൊ മാഷിനി there are ഉപയോഗിക്കാനുള്ള നടപടിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് OSV. ഇനി ഇംഗ്ലീഷ് എഴുതുമ്പോൾ ആദ്യം വെർബല്ലേ? വെർബ് എന്താ? ഉണ്ട്. ഉണ്ടെന്നതിന് എത്ര ഇംഗ്ലീഷ് വാക്കുകളുണ്ട്? there is ഉം there are ഉണ്ട് അല്ലേ? there is ഉണ്ട് there are ഉണ്ട്. അപ്പൊ നമ്മൾ ഏതെടുക്കണം? മൃഗങ്ങളാണ് സബ്ജക്ട്. മൃഗങ്ങൾ ഒന്നിൽ കൂടുതലുണ്ടല്ലോ, പ്ലൂറലല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? ബഹുവചനായതുകൊണ്ട് there are. കണ്ടോ? there are. അപ്പൊ നമ്മൾ പണ്ട് ഈസാറാമൊക്കെ പഠിച്ചത് കൊണ്ടുള്ള ഗുണങ്ങൾ ഉണ്ടാവും.
ഇതൊക്കെ അടിനടക്കം ഇങ്ങനത്തെ പഠിച്ചു കഴിഞ്ഞിട്ട് ടെൻസിലേക്ക് ചെന്നിട്ടുണ്ടല്ലോ. ടെൻസ് എപ്പം മനസ്സിലായെന്ന് വെച്ചാൽ മതി. ഇവരൊക്കെയാണ് അവിടെ കിടന്ന് കളിക്കുന്നവര്. ഈ സാറാമ്, വാസുകാർ, ഹസ്, ഹാവ്, ഹാഡ്, ഡു, ഡിഡ്, ഡസ്. ഇവരുടെ ഒരു മറിമായമാണ് അവിടെ നടക്കാൻ പോണേ. അപ്പൊ നമ്മൾ ഇവരെ എവിടെ അമ്മാനം പാടി പഠിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? അങ്ങോട്ട് എന്ത് ചെയ്യും? ടെൻസെല്ലാം നിങ്ങളുടെ മുമ്പിൽ കീഴടങ്ങും. ഇംഗ്ലീഷ് ഭാഷയുടെ മഹാപൂന്തോട്ടം നിങ്ങൾ എന്താണ് പെട്ടെന്ന് എന്താണ് കണ്ടു തീർക്കും. കേട്ടാ നോക്കുക. ഇനി അടുത്ത് എന്താ? അപ്പൊ ദേറ. അപ്പൊ ആദ്യം വെർബ് എഴുതി. എന്താണ് വെർബ്? ദേറ. ഇനി സബ്ജക്ട്. സബ്ജക്ട് എന്താ? മൃഗങ്ങൾ. ഇംഗ്ലീഷ് എന്താ? ആനിമൽസ്. കണ്ട? മൃഗങ്ങൾ. ആനിമൽ മൃഗാന്നും എസ് ചേർത്ത് പ്ലൂരൽ ഉണ്ടാക്കാൻ നമുക്കറിയാലോ. ഇനി എന്താണ് ഒബ്ജക്റ്റ്? കാടിന്റെ അകത്താണ്, ഉള്ളില്. ഉള്ളിൽ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇൻ ദ ഫോറസ്റ്റ്. കാട്. അപ്പൊ കാടിന്റെ കാടിനും എന്ത് വരാൻ കാരണം? ലോകത്തുള്ള സകല കാടിനും ഫോറസ്റ്റ് പറയും. ഞാനന്ന് പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ എന്റെ കാര്യം പറഞ്ഞില്ല, ദാവരന്റെ രഹസ്യങ്ങള്. അങ്ങനെ എല്ലാ കാടിനും ഫോറസ്റ്റ് പറയാം. അപ്പൊ അതിന് ദാ വയ്ക്കണം, ഇൻ ദ ഫോറസ്റ്റ്. അപ്പൊ എന്താണ്? എന്താ? There are animals in the forest. There are thieves, കള്ളന്മാർ in the room. There are supermarkets in Trishur. There are passengers. എന്താണ്? In the car. കാറിന്റെ അകത്ത് passengers ഉണ്ട്. There are teachers in the staff room. Staff roomil ടീച്ചർമാരുണ്ട്. There are pencils. പെൻസിലുകൾ in the box. ബോക്സിൽ പെൻസിലുകൾ ഉണ്ട്. There are animals under the tree. മരത്തിന് ചുവട്ടിൽ മൃഗങ്ങളുണ്ട്. There are എന്താണ്? elephants in the forest. There are foxes. കുറുക്കന്മാര് under the tree. എന്തും പറയാ. ഓക്കെ. ഇനി നെഗറ്റീവ് എന്താ? രണ്ടെന്താ? കാട്ടിൽ മൃഗങ്ങൾ ഇല്ല. നെഗറ്റീവ് ഉണ്ടാകുന്ന സൂത്രം there are not animals in the എന്താണ്? in the forest. ഇനി മൂന്നാമത്തെ എന്താ? മൂന്ന്. കാട്ടിൽ മൃഗങ്ങൾ ഉണ്ടോ? ഉണ്ടോ ചോദിക്കുക. ഈ ക്രിയടുത്ത് മുന്നോട്ട് ഇപ്പൊ എന്ത് വരും? ആർ ദേർ. നേരത്തെ ഈസ് മുന്നോട്ട് ചൂട് ആറ് മുന്നോട്ട്. ആർ ദേർ ആനിമൽസ് ഇൻ ദ ഫോറസ്റ്റ്? ചോദിച്ചില്ല. നാലാമത്തെ എന്താ? കാട്ടിൽ മൃഗങ്ങൾ ഇല്ലേ. കണ്ട? നാല് വാചകം പോസിറ്റീവായോ നെഗറ്റീവായോ? പോസിറ്റീവ് വശം നെഗറ്റീവ് വശം. നമ്മൾ കാട്ടിൽ മൃഗങ്ങളില്ലേ. നെഗറ്റീവ് വശം ഉണ്ടാക്കുക. ഈ നെഗറ്റീവ് വാചകത്തിലെ ആറിനോട്ട് മുന്നോട്ട്. ഇപ്പൊ എന്താ? ആർ നോട്ട്. ഞങ്ങളുടെ ആർ നോട്ട് there animals in the forest? ചോദിച്ചില്ല. വേണ്ട. There are animals in the forest. There are not animals in the forest. Are there animals in the forest? Are not there animals in the forest? കണ്ടാ? നെഗറ്റീവ് ഉണ്ടാകാനുള്ള നിയമങ്ങളൊന്നും ഒരു മാറ്റവും ഇല്ല. കണ്ടാ? അങ്ങനെ നോട്ട് ക്രിയ നോട്ട് ചേർക്കുക. ക്രിയ മുന്നോട്ട് വെച്ച് ചോദ്യം. കണ്ടാ? അതൊക്കെ ഒരേപോലെ നിൽക്കണമെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വിശേഷപ്പെട്ട കാര്യം. കണ്ടോ? ഓക്കെ. ഇനി ഉത്തരങ്ങൾ എന്താണ്? ANSWER. ഇവിടെ രണ്ട് ചോദ്യത്തില്ലേ? ആർ ദർ ആനിമൽസ് ഇൻ ദ ഫോറസ്റ്റ്? കാട്ടിൽ മൃഗങ്ങൾ ഉണ്ടോ? അതിലെന്താണ്? മൃഗങ്ങളില്ലാതെ കാടൊക്കെ ഉണ്ട്. ഒക്കെ കാട്ടുതീ വന്നിട്ടൊക്കെ ചത്തുപോയിട്ടും പിടിച്ചിട്ടൊക്കെ. പിന്നെ മരങ്ങളൊക്കെ വലുതായി. പക്ഷെ മൃഗങ്ങളൊക്കെ പിന്നെ ഉണ്ടാവണേ വേറെ കട്ടിന്ന് പറഞ്ഞില്ല. ചിലപ്പോ അങ്ങനെ മൃഗങ്ങളില്ലാതെ കാടൊക്കെ ഉണ്ട്. ഓക്കെ. പിന്നെ എന്താണ്? ആർ നോട്ട് ദർ ആനിമൽസ് ഇൻ ദ ഫോറസ്റ്റ്? കാട്ടിൽ മൃഗങ്ങളില്ലേ? രണ്ട് ചോദ്യം. പക്ഷെ 9 ഉത്തരം ഉണ്ടാക്കാം. എന്ത് ഉത്തരം പറഞ്ഞ? ഒന്നാമത്തെ എന്ത് ഉത്തരം? യെസ്. രണ്ടെന്താ പറഞ്ഞേ? യെസ് എഴുതിട്ട് there are അല്ല there are. മൂന്നെന്താ? യെസ് there are animals. നാലെന്താ? അറിയാലോ, നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ട് മാഷ് വീണ്ടും പറഞ്ഞ് നേരം അധികം
കളയാണ്ട് നോക്കണ്ട. യെസ് പറഞ്ഞേ, ഫുള്ള് പറ. എന്താ? there are animals in the forest. ഇനി മൃഗങ്ങളില്ലെങ്കിലോ? നോ. 5. ആറെന്താ? നോ എന്നെഴുതി നെഗറ്റീവ്. there are not. എന്ത് വരും? there are not. ഇനി 7 എന്താ? നോ എന്നെഴുതിട്ട് ആനിമൽസ് വരും. എന്ത് വരും? പറഞ്ഞേ, എന്താ? എല്ലാരും പറയും. there are not എന്താണ്? animals. 8 നോ എഴുതി വാചകം മുഴുവൻ പറയും. അപ്പൊ എന്താ? നോ there are not animals in the forest. വേണ്ട. 4 പോസിറ്റീവ് ഉത്തരം, 4 നെഗറ്റീവ് ഉത്തരം. ഇനി ഒരു ലാസ്റ്റ് ഉത്തരം കൂടി ഉണ്ട് അല്ലേ? എന്താണ്? 9 ഞാൻ എഴുതിട്ട് എങ്ങനെ ഉണ്ടാക്കുക പറഞ്ഞേ? ഫസ്റ്റ് വാചകത്തിലാണ് ഉണ്ടാക്കുന്നത്. എന്താണ്? കാട്ടില് മൃഗങ്ങളില്ല, പിന്നെ എന്തൊക്കെ ഉണ്ടാവാൻ സാധ്യത? എന്തൊക്കെ ഉണ്ടാവും? മൃഗങ്ങളില്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടാവാം? ബേർഡ്സ് കൂടി ഉണ്ടാവില്ല, ബേർഡ്സ്. പിന്നെ തേനീച്ച, ബീസ് ഉണ്ടാകാം. പിന്നെ എന്താണ്? സ്നേക്സ് ഉണ്ടായിക്കോട്ടെ, പാമ്പുകള്. അതിൽ പിന്നെ എന്താണ്? വുഡ് കട്ടേഴ്സ്, മരമുറിക്കാര്. അല്ലെങ്കിൽ കാട്ടില് കള്ളന്മാരൊക്കെ ഉണ്ടാവും, ഒളിച്ചിരിക്കണ കള്ളന്മാരിൽ എന്ത് വേണമെങ്കിലും മാറ്റി പറയാം. നമുക്ക് കഴിഞ്ഞ എന്താണ്? ബേർഡ്സ് പറയാം. അപ്പൊ എന്താ? നോ there are എന്താണ്? ബേർഡ്സ് എന്താണ്? in the forest. അപ്പൊ there are trees എന്ന് പറയരുത്. കാട്ടിൽ മരങ്ങൾ ഉണ്ടെന്ന് പറയരുത്. കാരണം എന്താ? മരങ്ങളുള്ളത് കൊണ്ടാണ് കാട് എന്ന് പറയണേ. അപ്പൊ പിന്നെ നമ്മള് കാട്ടിൽ മരങ്ങളുള്ളതെന്ന് പറയുന്ന ഒരു മീനിങ് ഇല്ലാത്ത വാചകമായിട്ട് മാറും. മൃഗങ്ങൾ അല്ലെങ്കിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ മറ്റുള്ള സാധനങ്ങളൊക്കെ പേര് പറയാം കേട്ടോ. അപ്പൊ നമുക്ക് ചോദിക്കണേ, നമ്മൾ ആരോട് ചോദിക്കണം? ആരോട് ചോദിക്കണം? 2 ചോദിച്ചു. എന്താണ്? ആർ there animals in the forest? കാട്ടിൽ മൃഗങ്ങളുണ്ടോ? അല്ലെങ്കിൽ എന്താണ്? ആർ നോട്ട് there animals in the forest? കാട്ടിൽ മൃഗങ്ങളില്ലേ? കേട്ടാളോട് യെസ് ഉണ്ട്, യെസ് there are. ഉണ്ട്, അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. എന്നിട്ടാ കാട്ടിൽ മൃഗങ്ങള്. യെസ് there are animals. അവിടെ മൃഗങ്ങളുണ്ട്. യെസ് there are animals in the forest. കാട്ടിൽ മൃഗങ്ങളുണ്ട്. ഇല്ലെങ്കിൽ നോ നോ ഇല്ലില്ല. നോ there aren't. അവിടെയൊന്നുമില്ല, പിന്നെ കാട്ടിലൊന്നുമില്ല എന്നർത്ഥം. നോ there are not animals. അവിടെ മൃഗങ്ങളൊന്നുമില്ല. നോ there are not animals in the forest. കാട്ടിൽ മൃഗങ്ങളൊന്നുമില്ല. പിന്നെ എന്നിട്ടുള്ളത് നോ there are birds in the forest. കാട്ടിൽ കിളികളാണുള്ളത്. കണ്ടോ? നമുക്ക് എന്താണ്? വേഗം എന്ന് പറയാം അല്ലേ? നമുക്ക് ഇപ്പൊ മലയാളം ഒഴിവാക്കി ഇംഗ്ലീഷ് മാത്രം പറഞ്ഞാൽ മലയാളം പറയണം. മലയാളം പറയാൻ കാരണം എന്താ? ഒരു ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ മനസ്സിൽ വേറെ പറയില്ല, നമുക്ക് പ്രാക്ടീസ് ആയിക്കോട്ടെ കേട്ടോ. അപ്പൊ നമുക്ക് മലയാളം ഇംഗ്ലീഷ് ആദ്യം പറയുന്നത്, പിന്നെ ഇംഗ്ലീഷ് മാത്രം പറയുന്നു. തുടങ്ങിക്കോ. മാഷൊപ്പം പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വായയുടെ ഇംഗ്ലീഷ് പറയണമെന്ന് ആഗ്രഹിക്കുന്നവർ പറയുക തന്നെ വേണം കേട്ടോ. കേൾവിക്കാരല്ല, നമ്മൾ കേട്ടു കൈ മനസ്സിലാക്കി വായോണ്ട് പറയണം. അപ്പൊ എന്താ? കാട്ടിൽ മൃഗങ്ങളുണ്ട്. there are animals in the forest. കാട്ടിൽ മൃഗങ്ങളില്ല. there are not animals in the forest. കാട്ടിൽ മൃഗങ്ങളുണ്ടോ? are there animals in the forest? കാട്ടിൽ മൃഗങ്ങളില്ലേ? are not there animals in the forest? ഉത്തരം yes. yes. അപ്പം പറഞ്ഞേ. yes there are. yes there are animals. yes there are animals in the forest. no there are not. no there are not animals. no there are not animals in the forest. no there are woodcutters in the forest. കാട്ടിലെ മരം മുറിക്കുന്ന ആളുകളാണുള്ളത്. കണ്ടോ? ഈ പറഞ്ഞ വാചകം മുഴുവൻ എന്താണ്? നമ്മൾ ബൈഹാർട്ട് പഠിച്ച് ഇന്നലെ ഇരുന്നിട്ട് കാണാപ്പുറം പഠിച്ചൊന്നുമില്ല. ഒരു പ്രത്യേക ക്രമത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ ഡ്യൂട്ടി ആണെങ്കിൽ സബ്ജക്റ്റും അതുപോലെ തന്നെ ഒബ്ജക്റ്റും പ്രിപ്പോസിഷനും മാറ്റി പറഞ്ഞു. പല ജാതി ആ കുട്ടി എന്നോട് ചോദിച്ചപ്പോലെ പല ജാതി വാചകങ്ങൾ പറഞ്ഞ് എന്ത് ചെയ്യണം? നമ്മുടെ നാക്കിന്റെ കെട്ട് പെട്ടവരെന്താണ് പറയാന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അപ്പൊ ഡെയിലി ഒരു മണിക്കൂറോ മറ്റതിന്റെ പിന്നാലെ എന്ത് ചെയ്യണം? ഇരിക്കണം. ഇംഗ്ലീഷ് പഠിക്കാൻ വലിയ ആഗ്രഹം ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ മെനക്കെട്ട് നടത്തണ്ട. ഇനി മലയാളം ഇല്ലാണ്ട് പറയാം, പെട്ടെന്ന് പറയാം കേട്ടോ. there are animals in the forest. there are not animals in the forest. are there animals in the forest? are not there animals in the forest? yes there are. yes there are animals. yes there are animals in the forest.
No, 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 there are not. No, there are not animals. No, there are not animals in the forest. No, there are എന്താണ് സ്നേക്സ് ഇൻ ദ ഫോറസ്റ്റ്. പക്ഷെ ഈ പറഞ്ഞ് ഇതേപോലെ സ്കൂളിൽ എന്ത് ചെയ്യണം, ഇങ്ങനെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഇങ്ങനെ വരണം നടക്കും. ഇങ്ങനെ അതൊന്നും നമ്മൾ കാണാപ്പാടല്ലോ കാണാപ്പാടത്തൊക്കെ ആദ്യം പോസിറ്റീവ് വായിച്ചാൽ പിന്നെ നെഗറ്റീവ് വായിച്ചാൽ പിന്നെ ബസ് വെച്ച് പിന്നെ നെഗറ്റീവ് വെച്ച് പിന്നെ 73 അല്ലെ 9 കണ്ട. ഇനി എന്താണ് ഒരു എക്സാമ്പിൾ കൂടി എഴുതി കഴിഞ്ഞാൽ there is there are കഴിയുന്നതാണ്. ഇനി നമുക്ക് നാലാമത്തെ വാചകം നോക്കാം. നമുക്ക് മുറിയിൽ കള്ളന്മാരുണ്ട്. അപ്പൊ എങ്ങനെ മൂന്നേ മുറിക്കുക? മുറിയിൽ ഒബ്ജക്ട്, കള്ളന്മാർ സബ്ജക്ട്, ഉണ്ട് വെർബ്. OSV ഇംഗ്ലീഷ് ആകുമ്പോൾ VSO. അപ്പൊ ആദ്യം വെർബ് എന്താ? ഉണ്ട്. അതിനകത്ത് ഇംഗ്ലീഷ് വാക്ക് ഉണ്ട്, there is there are ഉണ്ട്. അപ്പൊ ഏതെടുക്കണം? എന്താ? കള്ളന്മാർ സബ്ജക്ട് ഒന്നിൽ കൂടെ അല്ലേ, പ്ലൂറൽ അല്ല. അപ്പൊ there are ഉണ്ടാ എന്ത് വരും? there are വെർബ്. ഇനി സബ്ജക്ട് എന്താ? കള്ളന്മാർ. കള്ളന് തീഫ് ആണെന്നും കള്ളന്മാരുണ്ടാക്കാൻ നമ്മള് പണ്ട് പ്ലൂറൽ ഉണ്ടാക്കാൻ പഠിച്ചിട്ടില്ലേ? ഈ എഫിന് പകരം എന്ത് ചെയ്യണം? എഫിന് പകരം VS ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. കണ്ട എനിക്ക് ആവശ്യം വരണ്ട. തീവ്സ് മുറിയുടെ ഉള്ളിലല്ലേ. അപ്പൊ എന്താ? ഇൻ ദ റൂം. റൂമിന്റെ ഉള്ളിൽ ഇതാ വരാൻ കാരണം എല്ലാത്തിലും എല്ലാ മുറിക്ക് റൂം എന്ന് പറയാ. അപ്പൊ എല്ലാത്തിനും പറ്റി ഒറ്റ വാക്കാണല്ലോ, ഒറ്റ പേരാണല്ലോ, അതുകൊണ്ട് ഇതാ വെച്ചു. ഓക്കെ, നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ റൂളൊക്കെ. There are thieves in the room. രണ്ടെന്താ? മുറിയിൽ കള്ളന്മാർ ഇല്ല. അപ്പൊ എങ്ങനെ വരും പറഞ്ഞേ? There are not thieves in the room. മുറിയിൽ കള്ളന്മാരില്ല. മൂന്നെന്താ? മുറിയിൽ കള്ളന്മാർ ഉണ്ടോ? ചോദ്യം ഉണ്ടാക്കുക. 6 മിനിറ്റ്. അപ്പൊ എങ്ങനെ വരും? Are there thieves in the room? നാലാമത്തെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ. മുറിയിൽ കള്ളന്മാർ ഇല്ലേ? ഇല്ലെന്ന് ചോദിക്കുക. ഈ ആറിനോട്ട് മുന്നോട്ട്. അപ്പൊ എന്ത് വരും? ആറിനോട്ട് മുന്നോട്ട് ഞങ്ങൾ എഴുതി. there എന്താണ്? thieves in the room. അല്ല, there are thieves in the room. മുറിയിൽ കള്ളന്മാരുണ്ട്. നെഗറ്റീവ്. there are not thieves in the room. മുറിയിൽ കള്ളന്മാരില്ല. are there thieves in the room? മുറിയിൽ കള്ളന്മാരുണ്ടോ? are not there thieves in the room? മുറിയിൽ കള്ളന്മാരില്ലേ? ഉത്തരങ്ങൾ എന്താ? yes answers. പറഞ്ഞ ഉത്തരങ്ങൾ എന്താ? yes. രണ്ടെന്താ? yes. പറയൂ എല്ലാവരും പറഞ്ഞേ. there are. മൂന്നെന്താ? yes എഴുതിയിട്ട് there are thieves. thieves. നാലെന്താ? yes. there മുഴുവൻ. there are thieves in the room. 4 ഉത്തരം. അഞ്ചാമത്തെ എന്താ? no. 6 no ഇതിൽ നെഗറ്റീവിലേക്ക് എഴുതണ്ട. there are not. there are not. 7 എന്താ? no എഴുതിയിട്ട് ഈ thieves എന്താ? no. there are not thieves. 8 എന്താ? no എഴുതിയിട്ട് എങ്ങനെയാണ്? there are not thieves in the room. 9 no എഴുതിയിട്ട് ഫസ്റ്റ് വാചകത്തില് ഒന്നിലെ തീവ്സ് വേറെ പറയില്ല, റൂമിന് വരെ എന്താണ്? ഷോപ്പ്, കടയില് എന്താണ്? കള്ളന്മാര് കടയിലാണെന്ന് പറയാം, അങ്ങനെ പറയാം അല്ലേ? അപ്പൊ എന്താണ്? no. there are thieves in the shop. ഷോപ്പിലാണ്, വീട്ടിലത്തെ മുറിയിലല്ല, കടയിലെ ഷോപ്പ്. കടയ്ക്ക് ഷോപ്പ് എന്നല്ല പറയാ. അപ്പൊ ഷോപ്പിലാണെന്ന് മാറ്റി പറയണെങ്കിൽ ഷോപ്പ് എന്ന് പറയുക. അല്ലെങ്കിൽ കള്ളന്മാരി മാറ്റിയിട്ട് എന്താണ്? there are students in the room, there are boys in the room, there are girls in the rooms, there are parents in the room, there are grandfather and mother in the room. അപ്പൊ അമ്മയുടെ റൂമിന്റെ അകത്ത് there are
there are grandfather and grandmother in the room. അങ്ങനെ പറയാം. അപ്പൊ നമുക്ക് കഴിഞ്ഞു. അപ്പൊ നമുക്ക് എന്താണ് ഇതിന്റെ അർത്ഥമൊക്കെ നേരത്തെ പറഞ്ഞാൽ അറിയാലോ. ഇതെങ്ങനെ മുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് മാത്രം കേട്ടോ. അപ്പം പറഞ്ഞേ അപ്പം പറയട്ടോ. ഇംഗ്ലീഷ് മലയാളമൊക്കെ ഒപ്പം പറയും എല്ലാവരും. മുറിയിൽ കള്ളന്മാരുണ്ട്, there are thieves in the room. മുറിയിൽ കള്ളന്മാരില്ല, there are not thieves in the room. അത് മുറിയിൽ കള്ളന്മാരുണ്ടോ, are there thieves in the room. മുറിയിൽ കള്ളന്മാരില്ലേ, are not there thieves in the room. ആരും പറഞ്ഞ കേൾക്കാനില്ല, ഉറക്കെ പറഞ്ഞേ. Yes, yes there are. Yes there are thieves. Yes there are thieves in the room. No, no there are not. No there are not thieves. No there are not thieves in the room. No there are thieves in the shop. എന്താണ്, കടയിലാണ് എന്ത് കള്ളന്മാര്. ഇനി മലയാളം ഞാനുണ്ട്, മൊത്തം ഇംഗ്ലീഷിൽ വേഗം പറയാം കേട്ടോ. There are thieves in the room. There are not thieves in the room. Are there thieves in the room? Are not there thieves in the room? Yes, yes there are. Yes there are thieves. Yes there are thieves in the room. No, 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 no. No there are not. No there are not thieves. No there are not thieves in the room. No there are students in the room. കണ്ടോ, ഇങ്ങനെ മാറ്റി പറയുന്നത്. ഇപ്പൊ മാഷ് there is there are എടുത്തു കഴിഞ്ഞു. there is രണ്ട് എക്സാമ്പിൾ പറഞ്ഞു. there are രണ്ട് എക്സാമ്പിൾ പറഞ്ഞു. ഇനി there is there are അടുത്ത ക്ലാസ്സിൽ ഉണ്ടാവില്ല. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു പാർട്ടുമായിട്ട് എന്താണ് മാഷ് വരുന്നത്. ഇനി നിങ്ങളുടെ ഡ്യൂട്ടിയാണ് എന്ത്, ഇതിൽ എന്താണ് ഇപ്പൊ ഈ വെർബ് there is there are, പക്ഷെ സബ്ജക്റ്റും ഒബ്ജക്റ്റും മാറ്റാം. ആ ഭാഗത്ത് നിന്ന് പ്രിപ്പോസിഷൻ മാറ്റിക്കൊണ്ട് വെറൈറ്റി വാചകങ്ങൾ പറഞ്ഞ് എന്താണ് പ്രാക്ടീസ്. നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റുഡൻറ്റിൻ്റെ പറഞ്ഞല്ലോ സ്പീഡ് പറയാൻ കിട്ടില്ല എന്ന്. അതിന് പോലെ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, സ്പീഡിൽ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ വേഗം എത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മളിന് വേഗത്തിൽ നടക്കണം. കണ്ട ഞങ്ങളുടെ എത്തണില്ലല്ലോ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, വേഗത്തിൽ നടക്കുക. അപ്പം അങ്ങോട്ട് വേഗം എത്തും എന്ന് പറഞ്ഞ പോലെ നല്ല സ്പീഡിൽ പ്രാക്ടീസ് ചെയ്യുക. പലജാതി സബ്ജക്റ്റ് എന്താണ് ഒബ്ജക്റ്റൊക്കെ മാറ്റി മാറ്റി പറയാം കേട്ടോ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. ഓക്കെ, താങ്ക് യു വെരി മച്ച്.